അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് അത്യാവശ്യം വലുപ്പമുള്ള 2 ഉരുളക്കിഴങ്ങ് ഇതായി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് റൗണ്ടായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. 2 ഉരുളക്കിഴങ്ങും ഇതാ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കരുത്. ചെറിയൊരു കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങെല്ലാം ചെറുതായിട്ടൊന്ന് വെന്ത് ഒരു ഗോൾഡൻ നിറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് എണ്ണ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇതുപോലൊന്ന് വിതറി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അത് ഒരുപാട് എരിവ് വേണ്ട. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇതുപോലെ ഒന്ന് വിതറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് വെന്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം മീഡിയം ഫ്ലെയിം തന്നെ വെച്ച് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് മുട്ട നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ളത് 4 മുട്ടയാണ്. ഇനി മുട്ട പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 4 മുട്ടയും പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിത്തണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഉള്ളിത്തണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 1 കപ്പ് ഉള്ളിത്തണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 പിടി ഉള്ളിത്തണ്ടാണ്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി. നമ്മളിതിൽ ഉള്ളിത്തണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി. അതുപോലെ തന്നെ ഇതിലേക്ക് 1 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. 1 മീഡിയം സൈസ് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടിയുള്ള അധികം പുളിപ്പില്ലാത്ത നല്ല കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് 250 ml കപ്പിന് 1/2 കപ്പ് തൈരാണ് ചേർത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ കട്ട തൈര് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചായ അരിക്കുന്ന ഒരു അരിപ്പിൽ കൂടി തൈര് ഒഴിച്ചിട്ട് വെക്കുക. എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ആ വെള്ളമൊക്കെ മാറി നല്ല കട്ടിയായിട്ട് തൈര് കിട്ടും. കട്ടത്തൈര് ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ടത്തൈര് എടുക്കുക. കട്ടത്തൈര് ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം ചായ അരിക്കുന്ന അരിപ്പിൽ ഈ തൈര് ഒഴിച്ച് വെച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ ഒക്കെ മാറി നല്ല കട്ടിയായിട്ട് ഈ തൈര് കിട്ടും. അപ്പോൾ അധികം പുളിപ്പില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നല്ല എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യത്തിന് വലിയ എരിവൊന്നും ഇല്ലാതെയാണ് ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത്രയും വലിയ എരിവൊന്നും കാണില്ല. ഇപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം വെന്ത് ചെറുതായിട്ടൊന്ന് നിറമൊക്കെ മാറി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. തീരെ കനം കുറച്ച് ഉരുളക്കിഴങ്ങ് അരിഞ്ഞിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും. കുറച്ച് കനത്തിൽ വേണം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ട് ഇതിൻ്റെ ചൂടൊന്ന് മാറണം. ഇപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തത് ചെറുതായിട്ടൊന്ന് ചൂട് മാറിയിട്ടുണ്ട്. ഒരുപാട് ചൂട് മാറണ്ട. ചെറുതായിട്ടൊന്ന് ചൂട് മാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ മുട്ടയെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതങ്ങ് ഒഴിച്ചു കൊടുക്കാം.
ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിതിൽ പച്ചമുളകൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. മുളക് പൊടിയും കുരുമുളക് പൊടിയും മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത്ര വലിയ എരിവൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മുട്ടയുടെ കൂടെ ഇട്ട് കൊടുത്താൽ മതിയാവും. എല്ലാ സൈഡും ഒരേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഫ്ലെയിം ഓണാക്കി ഈ പാൻ വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വേണം വെക്കാനായിട്ട്. ഇതെല്ലാം ഒന്ന് വെന്ത് വരട്ടെ. മുട്ട കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റായി. ഫ്ലെയിം നല്ലതുപോലെ കുറച്ചിട്ടാണ് വെച്ചെടുത്തിട്ടുള്ളത്. തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പുറമൊക്കെ ഇതാ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ തിരിച്ച് ഇങ്ങനെ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ അടിവശമൊക്കെ കുക്കായിട്ടുണ്ടോ എന്ന്. ഇനി ഇതൊരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ വീണ്ടും ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ അതാ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇത് ഈ പാനിൽ തന്നെ നമുക്കിതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കറക്റ്റായിട്ട് ഇതാ പൊടിയാതെ കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഞാൻ ഫ്ലെയിം ഓണാക്കി കൊടുത്തു. ഫ്ലെയിം കുറച്ച് തന്നെ വയ്ക്കാം. മറു സൈഡും ചെറുതായിട്ട് ഒന്ന് വെന്ത് നല്ലോണം വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം കുറച്ച് തന്നെ വയ്ക്കാം, കൂട്ടി വയ്ക്കണ്ട. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. കുട്ടികൾക്ക് എന്തായാലും ഇങ്ങനെ ചെയ്തിട്ട് കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. എത്രത്തോളം ചീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ചീസ് ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പൊ ചീസ് ഗ്രേറ്റ് ചെയ്തത് അത് എല്ലാ ഭാഗത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലായിട്ട് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അവിടെ ഇവിടെയായിട്ട് ഇട്ട് കൊടുക്കുക. ഈ ചൂടിലിരുന്ന് തന്നെ ചീസ് അങ്ങ് മെൽറ്റ് ആയിക്കോളും. ഞാൻ കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കണേ. അടിവശം ഒന്ന് വെന്ത് വരണമല്ലോ. ആ സമയം കൊണ്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മളിത് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റായി. ഫ്ലെയിം കുറച്ചാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ചീസൊക്കെ ഇതാ മെൽറ്റായി. ഇത്രയും മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇതുപോലെ ഒന്ന് നോക്കുക ആയിട്ടുണ്ടോ എന്ന്. അത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് മെല്ലെ ഒന്ന് പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം ആ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, നല്ലൊരു മണവും നല്ല അടിപൊളി ടേസ്റ്റുമാണ്. എന്നും ഒരേപോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മടുക്കുന്ന കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായും എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. ഇവിടെ പച്ചക്കറിയൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. നമ്മളിതിൽ ക്യാപ്സിക്കം, തക്കാളി, പിന്നെ ഉള്ളിത്തണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളെല്ലാം ചേർത്തിട്ട് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ കുട്ടികൾക്കും വീട്ടുകാർക്കും എല്ലാവർക്കും തയ്യാറാക്കി കൊടുത്ത് നോക്കാം. തീർച്ചയായും അവർ ഒരുപാട് ഇഷ്ടപ്പെടും. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതിൻ്റെ ഒരു പീസ് കഴിച്ചാൽ തന്നെ വയറ് നിറയും. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം. നല്ല ചൂടാണ്. അപ്പോൾ ആ ചൂടോടുകൂടി കഴിക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തതിൽ നിന്നും ഒരു പീസ് എടുക്കാം. നല്ല ചൂടാണ്. അപ്പം നല്ല ചൂടാണ്. ഇത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റ് അപ്പാര ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കട്ടയിൽ നിന്നും ഒരു പീസ് ഇതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു പീസ് മാത്രം മതി നമ്മുടെ വയറ് നിറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്